ആർദ്രം ഇന്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയുമാണ് ഇന്ന് ടോണിച്ചേട്ടൻ വ്ളോഗ്സ് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഒരു വർക്കല്ല, ഒരു ഒന്നൊന്നര വർക്കല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്ഥലം തിരുവനന്തപുരത്താണ് നമ്മളുടെ ഈ വർക്ക് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷീറ്റാണ് മൾട്ടിവുഡിൻ്റെ ഷീറ്റ്. അപ്പോൾ അതിലല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എടുത്ത് ലാമിനേഷൻ ഷീറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലാമിനേഷൻ ഷീറ്റ് നമ്മളത് ഇറക്കിയിട്ടിരിക്കുന്നു. ഇതാണ് ലാമിനേഷൻ ഷീറ്റ്, HD ലാമിനേഷൻ ഷീറ്റാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ലാമിനേഷൻ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ അറിയാം നല്ല പൊടിയൊക്കെ ഉള്ള സംഭവമാണ്. അവിടെ ഇതാണ് ലാമിനേഷൻ ഷീറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പം ലാമിനേഷൻ ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് മാർക്ക് ചെയ്ത് ഇപ്പോൾ മാർക്കിംഗ് ടേബിളിലോട്ട് നമ്മളിപ്പോൾ കയറ്റിയിരിക്കുകയാണ്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബോക്സ് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഓഫീസ് ടേബിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓഫീസ് ടേബിൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനാദ്യം തന്നെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടേബിളിൻ്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഓഫീസ് ടേബിൾ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡ്രോയറൊക്കെ തുറന്ന് നോക്കാം. ഡ്രോയറൊക്കെ ലോക്കൊക്കെ സെറ്റ് ചെയ്തത് ഡ്രോയറാണിത്. അതുപോലെ തന്നെ ഒരു ഡോറ് പിടിപ്പിച്ചൊരു ബോക്സ്. ഇത് നമ്മുടെ കീബോർഡ് ഡ്രോയറാണ് നോക്കേണ്ടത്. നമ്മുടെ ഇതിലേക്ക് ഓഫീസ് ടേബിളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കീബോർഡ് ഡ്രോയർ. കണ്ടോ, ഇതാണ് കീബോർഡ് ഡ്രോയർ. ലൈറ്റ് വെയിറ്റുള്ള സാധനമാണ്. സംഭവം ഈസി സ്മൂത്ത് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു ബോക്സ് വന്നിട്ട് അതിലൊരു ഡോറും വന്നിട്ടുണ്ട്. അതിന് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫയലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൂക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വലിയൊരു ചെയറൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ടുള്ള ആവശ്യമായിട്ടിരിക്കാനുള്ള ഒരു പൊസിഷനിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഈ ടേബിളിൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ പ്രിൻ്ററും മറ്റ് സാധനങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് കേബിളുകളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേബിൾ മാനേജർ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നമുക്ക് കേബിളുകൾ പുറത്തോട്ടെടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇപ്പം പ്രിൻ്ററാണ് അവിടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ മാനേജറിലൂടെ പുറത്തെടുത്തിട്ട് കേബിൾ എടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ പ്രിൻ്ററിലായാലും കമ്പ്യൂട്ടറിലായാലും ഒക്കെ നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാനായാലും ആർദ്രം മെറ്റീരിയലിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് ഉടനെ വരുന്നതായിരിക്കും. നന്ദി.